ബാർക്കോഴ കേസിൽ കെ എം മാണിയെ വെള്ളപൂശി വിജിലൻസ് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് അടുത്ത മാസം 5 പരിഗണിക്കാനായി കോടതി മാറ്റി. അല്പസമയത്തിന് മുമ്പാണ് വിജിലൻസ് കോടതി ഈ തീരുമാനം കൈക്കൊണ്ടത്. വിജിലൻസ് കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസ് SP R സുകേഷൻ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിഗണിക്കുന്നതിനായി അടുത്ത മാസം 5 മാറ്റിയത്. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി MR സജേഷ് ചേരുകയാണ്. സജേഷ്, തീർച്ചയായും സജേഷിലേക്ക് എത്താനാകും. ബാർക്കോഴ കേസിൽ മാണിയെ വെള്ളപൂശിക്കൊണ്ടുള്ള രണ്ടാമത്തെ റിപ്പോർട്ട് അല്ലെങ്കിൽ തുടരന്വേഷണ റിപ്പോർട്ട് ആണ് SP R സുകേഷൻ കോടതിയിൽ സമർപ്പിച്ചത്. ഇത് പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. എന്നാൽ വിജിലൻസിൻ്റെ റിപ്പോർട്ട് അടുത്ത മാസം 5 പരിഗണിക്കാനാണ് കോടതിയുടെ തീരുമാനം. അല്പസമയങ്ങൾക്ക് മുമ്പാണ് വിജിലൻസ് കോടതി, തിരുവനന്തപുരത്തെ വിജിലൻസ് പ്രത്യേക കോടതിയുടെ തീരുമാനം പുറത്തെത്തിയത്. മാണിക്കെതിരായ തെളിവുകൾ ഇല്ല എന്ന രണ്ടാമത്തെ റിപ്പോർട്ട്, ഒരുപക്ഷെ ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടിൽ മാണി കോഴ വാങ്ങിയെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യമാകുന്നു എന്ന് പറഞ്ഞ R സുകേഷിൻ്റെ റിപ്പോർട്ട് തുടരന്വേഷണ ഘട്ടത്തിൽ ഇത്തരത്തിൽ മാറിയത് ഏറെ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വഴിവെച്ചിരുന്നു. നിരവധി ആരോപണങ്ങളാണ് R സുകേഷിനെതിരെ ഉയർന്നത്. R സുകേഷിനെ ഭരണകൂടം കൃത്യമായി സ്വാധീനിക്കുകയാണ് എന്നതടക്കം പ്രതിപക്ഷമടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതൊക്കെ ഉൾപ്പെടുന്ന ആ തുടരന്വേഷണ റിപ്പോർട്ടാണ് കോടതി അടുത്ത മാസം 5 പരിഗണിക്കുന്നതിനായി മാറ്റിയത്. അല്പസമയം മുമ്പാണ് കോടതിയുടെ വിധി എത്തിയത്. തീർച്ചയായും തുടർന്നുള്ള വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റു വാർത്തയിലേക്ക് മന്ത്രി KC ജോസഫിനെതിരായ കോടതി അലക്ഷ്യ കേസ് ഹൈക്കോടതി അല്പസമയത്തിനുള്ളിൽ പരിഗണിക്കും. ജസ്റ്റിസ് അലക്സാണ്ടർ ജോസഫിനെതിരായി മന്ത്രി നടത്തിയ ചായത്തൊട്ടിയിൽ വീണ കുറുക്കൻ്റെ ഊരിയിടൽ എന്ന പരാമർശം കോടതി അലക്ഷ്യമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. തുടർന്ന് കുറ്റപത്രം നൽകുന്നതിന് മന്ത്രിയോട് നേരിട്ട് ഹാജരാകാൻ ജസ്റ്റിസുമാരായ തോട്ടത്തിൽ B രാധാകൃഷ്ണൻ, സുനിൽ തോമസ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു. എന്നാൽ നിയമസഭ നടക്കുന്നത് ചൂണ്ടിക്കാട്ടി മന്ത്രി ജോസഫ് കോടതിയിൽ കൂടുതൽ സാവകാശം തേടാനാണ് സാധ്യത. കേരളത്തിനെതിരെ BJP ദേശീയ ഘടകം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാൻ പ്രത്യേക ഒബ്സർവറെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരാതി നൽകിയത്. കേരളം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയുടെ നേതൃത്വത്തിലുള്ള BJP സംഘം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത്. നിലവിൽ കേരളത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന് പരാതിയിൽ പറയുന്നു. ഇത് പരിശോധിക്കാൻ പ്രത്യേക ഒബ്സർവറെ കേരളത്തിൽ നിയോഗിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പിനിടയിൽ അക്രമം നടക്കാനുള്ള സാധ്യത കേരളത്തിലുണ്ടെന്നും BJP ആരോപിക്കുന്നു. അതിനാൽ കേന്ദ്രസേനയെ നിയോഗിക്കണം. പശ്ചിമ ബംഗാളിലും കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും ആവശ്യപ്പെടുന്നു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തി ദില്ലിയിൽ തിരിച്ചെത്തിയ കമ്മീഷൻ ഇപ്പോൾ വോട്ടെടുപ്പ് തീയതി നിശ്ചയിക്കേണ്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ നൽകിയിരിക്കുന്ന പരാതി പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. JDUവിൻ്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം കോഴിക്കോട് ആരംഭിച്ചു. വീരേന്ദ്രകുമാറിൻ്റെ വീട്ടിലാണ് യോഗം ചേരുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ PV കുട്ടൻ ചേരുന്നു. കുട്ടൻ, യോഗം ആരംഭിച്ചോ? എന്തൊക്കെ വിശദാംശങ്ങൾ? JDUവിന്റെ നിർണായക നേതൃയോഗമാണ് കോഴിക്കോട്ട് അല്പസമയം മുമ്പ് ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാറിന്റെ കോഴിക്കോട്ടെ വസതിയിലാണ് യോഗം നടക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് പുറമെ ജില്ലാ പ്രസിഡന്റുമാരെയും യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. KP ഹാരിസ് ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കളും ഉണ്ട്. അതുപോലെ തന്നെ മന്ത്രി KP മോഹനും MP ശ്രേയൻകുമാർ MLA യും യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. മറ്റ് മുഴുവൻ നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 1.5 മാസമായി വിവിധ ജില്ലകളിൽ JDUവിന്റെ ജില്ലാ കൗൺസിൽ യോഗങ്ങൾ നടന്നു വരികയായിരുന്നു. മുന്നണി മാറ്റം സംബന്ധിച്ച വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് അത്തരം ജില്ലാ കൗൺസിൽ യോഗങ്ങൾ വിളിച്ചു ചേർത്തത്. ആ കൗൺസിൽ യോഗങ്ങളിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങൾ, ഭൂരിഭാഗം കൗൺസിൽ യോഗങ്ങളിലും മുന്നണി മാറണം എന്ന ഒരു അഭിപ്രായവും തീരുമാനവുമാണ് എടുത്തിരുന്നത്. അത് സംബന്ധിച്ചൊക്കെ സംസ്ഥാന പ്രസിഡന്റ് യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. അതുപോലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സെക്രട്ടറി ജനറലും യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കും. ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ജില്ലാ കൗൺസിൽ തന്നെ പാലക്കാട് അടക്കം പല ജില്ലാ കൗൺസിൽ യോഗങ്ങളും അടിയിൽ കലാശിച്ചിരുന്നു. ഒരു വിഭാഗം ശക്തമായി മുന്നണി വിടണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതൊക്കെ ഒരുപക്ഷെ പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ടോ കുട്ടൻ? അജിംഷാദ്, തീർച്ചയായും കഴിഞ്ഞ മാസമൊക്കെ ചേർന്ന ജില്ലാ കൗൺസിൽ അതുപോലെ സംസ്ഥാന നേതൃത്വത്തിലൊക്കെ വളരെ ശക്തമായ അഭിപ്രായങ്ങൾ മുന്നണി മാറ്റം സംബന്ധിച്ച് മുന്നണി UDF-ൽ നിന്നും പുറത്തു വരണം
എന്ന് സംബന്ധിച്ച വലിയ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരുന്നു. അന്ന് ഈ മാസം തന്നെ ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന കൗൺസിൽ യോഗം വിളിച്ചു ചേർത്ത് ഇതിലൊരു തീരുമാനമുണ്ടാക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ 2 തവണയായി സംസ്ഥാന കൗൺസിൽ യോഗത്തിന്റെ തീയതി മാറ്റി. അതുകൊണ്ട് തന്നെ മുന്നണിമാരെ സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോൾ ലഭിക്കുന്നില്ല. JDU നേതാക്കളും മൗനം പാലിക്കുകയാണ്. നേരത്തെയൊക്കെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരുന്ന മാധ്യമപ്രവർത്തകരുമായി കാര്യങ്ങൾ അനൗപചാരിക സംഭാഷണത്തിൽ സംസാരിച്ചിരുന്ന നേതാക്കൾ പോലും ഇപ്പോൾ ഇത് സംബന്ധിച്ച് മൗനം പാലിക്കുകയാണ്. ഏതായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേതൃയോഗത്തിന് ശേഷം 3 മണിക്ക് നേതാക്കൾ മാധ്യമപ്രവർത്തകരെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ തന്നെ യോഗത്തിനകത്തെ ചർച്ചകൾ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഘട്ടത്തിൽ അത് നമുക്ക് വാർത്തയായി പുറത്തു നൽകാനും സാധിക്കും. അജിംഷാദ്, തീർച്ചയായും വീരേന്ദ്രകുമാറിന്റെ വീട്ടിൽ JDUവിന്റെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം കൂടുകയാണ്. നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന നേതൃയോഗം കൂടിയാണത് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് PV കുട്ടൻ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. റേഷൻ ഡിപ്പോ അനുവദിക്കാൻ 25 ലക്ഷം കൈക്കൂലി ആവശ്യപ്പെട്ടതിൽ മന്ത്രി അടൂർ പ്രകാശിനെതിരെ കേസ് പിൻവലിക്കാനുള്ള നീക്കം പൊളിഞ്ഞു. കേസ് എഴുതി തള്ളണമെന്ന തീരുമാനം വിജിലൻസ് ഡയറക്ടർ തള്ളി. കുറ്റപത്രം സമർപ്പിച്ച കേസിൽ അടൂർ പ്രകാശ് വിചാരണ നേരിടണമെന്നാണ് വിജിലൻസ് ഡയറക്ടറുടെ നിലപാട്. വിവരങ്ങളുമായി PV കുട്ടൻ തന്നെ ചേരുകയാണ്. PV, അതായത് കോൺഗ്രസ്സുകാർ തന്നെ പരാതിയായി സമർപ്പിച്ച കേസാണ് എഴുതി തള്ളാനുള്ള നീക്കത്തിലേക്ക് എത്തിയത്. അതൊടുവിൽ വിജിലൻസ് ഡയറക്ടർ ഇടപെടലിലൂടെ പൊളിയുകയാണ്. എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഒപ്പം മറ്റു മാനങ്ങൾ എന്തൊക്കെയാണ് അടൂർ പ്രകാശിനെതിരായ ഇപ്പോഴത്തെ ഈ സംഭവവികാസങ്ങളുടെ? അജിംഷാദ്, പ്രമാദമായ ഒരു കേസിൽ, അതും ഒരു അഴിമതി കേസിൽ മന്ത്രി അടൂർ പ്രകാശിനെ ക്ലീൻ ചിറ്റ് നൽകാനുള്ള സർക്കാരിന്റെ നീക്കങ്ങൾക്ക് ശക്തമായ തിരിച്ചടി ഏറ്റിരിക്കുകയാണ്. 2004 ഘട്ടത്തിൽ അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൽ ഭക്ഷ്യമന്ത്രിയായിരുന്നു അടൂർ പ്രകാശ്. ആ ഘട്ടത്തിലാണ് ഇത്തരമൊരു കേസ് വന്നത്. കോഴിക്കോട്ടെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ്, മലയോര മേഖലയായ മുക്കത്തെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്ന NK അബ്ദുറഹ്മാനാണ് അടൂർ പ്രകാശിനെതിരെ പരാതി നൽകിയത്. ശരി, PV കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ദില്ലിയിൽ അഭിഭാഷകരുടെ നേതൃത്വത്തിൽ നടത്തിയ മാധ്യമപ്രവർത്തകർക്കെതിരെ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മാധ്യമപ്രവർത്തകരുടെ ജാഥ ദില്ലിയിൽ കോടിയേരി ബാലകൃഷ്ണൻ. മനുശങ്കറിനും സാവിത്രിക്കും നേരെ നടന്നിട്ടുള്ള ആക്രമണം അത്യന്തം പ്രതിഷേധാർഹമാണ്. മാധ്യമപ്രവർത്തകന്മാർക്ക് സ്വതന്ത്രമായി മാധ്യമപ്രവർത്തനം നടത്താനുള്ള അവകാശമുണ്ടായിരിക്കണം. അതിന് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. മാധ്യമപ്രവർത്തകന്മാർ ഒരു പ്രദേശത്ത് ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ പുറപ്പെടുമ്പോൾ അവരതിന് അനുവദിക്കുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചാൽ ഇവിടെ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം അസാധ്യമായി തീരും. അടിയന്തരാവസ്ഥക്കാലത്ത് പത്രമാരണ നിയമം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, പ്രീ സെൻസർഷിപ്പ്. ആ കാലത്ത് എല്ലാ പത്ര ഓഫീസുകളിലും പ്രീ സെൻസർഷിപ്പിന് വിധേയമായ പത്രങ്ങളുടെ ഓഫീസുകളിൽ ഒരു DYSP പോയിരുന്ന് ആ DYSP അംഗീകരിച്ചു കൊടുക്കുന്ന വാർത്തകൾ മാത്രമേ പ്രസിദ്ധീകരിക്കാനെന്ന് പാടുണ്ടായിരുന്നുള്ളൂ. അത്തരത്തിലുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇപ്പോൾ നടന്നു വരുന്ന സംഭവങ്ങൾ ഭാവിയിൽ ചെന്നെത്താൻ പോകുന്നത്. ഇതിവിടെ വെച്ച് തന്നെ മുളയിൽ തന്നെ നുള്ളിക്കളയാൻ കഴിയണം. ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ അടിയന്തരാവസ്ഥക്കാലത്ത് ഇരയായ LK അദ്വാനിയെപ്പോലുള്ളവർ അവരുടെ മൗനം വെടിഞ്ഞ് ഇത്തരം സംഭവങ്ങൾക്കെതിരെ രംഗത്ത് വരണം. നിരവധി പേർ അടിയന്തരാവസ്ഥയിൽ ഇതുപോലുള്ള അതിക്രമങ്ങൾക്ക് വിധേയമായ ആളുകൾ, പഴയ RSSകാർ ഇന്ന് BJPക്കകത്തുണ്ട്. അവരുടെയും വായു മൂടിക്കെട്ടിയിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് നാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു ഏകാധിപത്യ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതിനിപ്പോൾ ഇരയായിക്കൊണ്ടിരിക്കുന്നത് ഉൽപ്പത്തിഷ്ടുക്കൾ ഉള്ള ക്യാമ്പസുകളും സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും അധ്യാപകന്മാരെയുമാണ് ഇതിനിരയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രശസ്തമായ എല്ലാ സർവകലാശാല ക്യാമ്പസുകളിലും കഴിഞ്ഞ കുറച്ച് മാസക്കാലമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഈ അസഹിഷ്ണുതയുടെ പ്രകടനങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എതിരഭിപ്രായം വെച്ച് പൊറുപ്പിക്കുകയില്ല. ഞങ്ങൾ തീരുമാനിക്കുന്ന എല്ലാവരും അംഗീകരിച്ചു കൊടുക്കണം. ഇതാണ് സ്വേച്ഛാധിപത്യ പ്രവണത. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ JNUവിലുള്ള സംഭവത്തെയും നാം നോക്കിക്കാണേണ്ടത്. ഇവിടെ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. ആ വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അഭിപ്രായം പ്രകടിക്കുന്നവരെ രാജ്യദ്രോഹ കുറ്റം ചുമർത്തി അമർച്ച ചെയ്യുക, കള്ളക്കേസുണ്ടാക്കുക. ഇതിൻ്റെ ഭാഗമാണ് JNUവിലെ വിദ്യാർത്ഥി യൂണിയൻ്റെ ചെയർമാനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത സംഭവം. അതിൻ്റെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോടതിയിൽ പോയ മാധ്യമപ്രവർത്തകന്മാരെ തല്ലാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ
ഇവിടെ എവിടെയാണ് സംഭവങ്ങൾ? ഡൽഹിയിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ മറ്റ് പ്രദേശത്ത് എന്തായിരിക്കും അവസ്ഥ? അവിടെ പോയ ബിനോയ് വിശ്വത്തെ തല്ലി എന്നുള്ള വാർത്ത കേട്ടു. കോൺഗ്രസിൻ്റെ നേതാവ് ആനന്ദ് ശർമ്മ അദ്ദേഹത്തെയും ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത കേട്ടു. ഇങ്ങനെ ഉന്നതന്മാരായുള്ള രാഷ്ട്രീയ പ്രവർത്തകന്മാരെ പോലും ആക്രമിക്കാൻ യാതൊരു മടിയുമില്ല. ഇവിടെ കോടതിക്കകത്ത് വക്കീൽമാരുടെ വേഷം ധരിച്ചുകൊണ്ട് വേറെ ആളുകൾ കടന്നു ചെന്ന് അതിക്രമം കാണിച്ചെന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. ഇങ്ങനെ എന്തും നടക്കാം എന്ന സ്ഥിതിയിലേക്ക് എത്തുകയും ഈ തലസ്ഥാന നഗരി ഒരു അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതിനെതിരെ ഈ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. മാധ്യമപ്രവർത്തകന്മാർക്ക് സ്വൈര്യമായി പ്രവർത്തനം നടത്താനുള്ള അവകാശം ചെയ്തു കൊടുക്കണം, സൗകര്യം ചെയ്തു കൊടുക്കണം. അതിൽ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണം. അതിനെതിരായി നടത്തുന്ന ഈ സമരം ചെയ്യുന്ന എല്ലാ മാധ്യമ പ്രവർത്തകന്മാരെയും ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. CPMൻ്റെ എല്ലാവിധ പിന്തുണയും ഈ സമരത്തിന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. മാധ്യമപ്രവർത്തകർക്കെതിരെ ഇന്നലെ RSS നേതൃത്വത്തിൽ അഭിഭാഷകരുടെ അടക്കം ആക്രമണം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ പീപ്പിൾ TV റിപ്പോർട്ടർ മനു ശങ്കറിനടക്കം മർദ്ദനം നേരിട്ട സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധമാണ്. ഇതിൽ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചതാണ്. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ രീതിയിലാണ് കാര്യങ്ങൾ ദില്ലിയിൽ പോലും പുരോഗമിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള ഇത്തരത്തിൽ നീക്കം പ്രതിഷേധാർഹമാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. ഹെഡ്ലിയുടെ മൊഴിക്കെതിരെ ഗുജറാത്ത് മുൻ DGP RB ശ്രീകുമാർ. ഇസ്രത് ജഹാൻ സംഭവം വ്യാജ ഏറ്റുമുട്ടൽ തന്നെ. ഹെഡ്ലിയുടെ മൊഴി BJPയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ഉള്ള തന്ത്രം. ഹെഡ്ലി ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഡബിൾ ഏജന്റാണെന്ന് RB ശ്രീകുമാർ പീപ്പിൾ TVയോട് പറഞ്ഞു. BJPക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ കൊല്ലപ്പെട്ട ആ സ്ത്രീയെയും മലയാളിയായ പ്രാണേഷ് കുമാർ പിള്ളയെ പറ്റിയും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഇദ്ദേഹം പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ വെച്ച് മനസ്സിലാക്കിയിടത്തോളം ഇത് അമേരിക്കൻ ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും ചേർന്നുള്ള ഒരു ഓപ്പറേഷനാണ്. കാരണം ഈ ഹെഡ്ലി ഒരുപക്ഷെ ഒരു ഡബിൾ ഏജൻ്റ് ആയിരിക്കാം. അമേരിക്കൻ CIA ഹെഡ്ലിയെ ലഷ്കർ ഇ തയ്യബയുടെ ഓർഗനൈസേഷനിൽ അയച്ച് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നിന്ന് വിന്നോവർ ചെയ്തിട്ട് അവർക്ക് വേണ്ട ഇൻഫർമേഷൻ ചോർത്തുകയായിരിക്കാം. അത് അതുകൊണ്ടാണ് ഇത് ലഷ്കർ ഇ തയ്യബ അറിയുകയും അയാൾക്ക് നിൽക്കക്കള്ളി ഇരിക്കാതെ വരികയും ചെയ്തപ്പോൾ അയാൾ അമേരിക്കൻ ഗവൺമെൻറ്റിനോട് സറണ്ടർ ചെയ്തത്. ദില്ലി സർവകലാശാല മുൻ പ്രൊഫസർ SR ഗീലാനിയെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഫ്സൽ ഗുരു അനുസ്മരണം സംഘടിപ്പിച്ചതിൻ്റെ പേരിലാണ് ഗീലാനിയെ കസ്റ്റഡിയിലെടുത്തത്. അതേസമയം JNUവിലെ വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടക്കൽ സമരം 2ാം ദിവസത്തിലേക്ക് കടന്നു. പാർലമെന്റ് ആക്രമണ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അഫ്സൽ ഗുരുവിന്റെ അനുസ്മരണം ദില്ലി പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ചതിനാണ് പ്രൊഫസർ SR ഗിലാനിയെ അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രിയോടെയായിരുന്നു അറസ്റ്റ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിലുള്ള ഗിലാനിയെ ദില്ലി പോലീസ് ചോദ്യം ചെയ്യുന്നു. പരിപാടിക്കിടെ പാക് അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയെന്നും പോലീസ് ആരോപിക്കുന്നുണ്ട്. ഗിലാനിയുടെ മെയിലിൽ നിന്നാണ് പരിപാടി സംഘടിപ്പിക്കാൻ പ്രസ് ക്ലബിന് അപേക്ഷ സമർപ്പിച്ചതെന്നും പോലീസ് പറയുന്നു. നേരത്തെ JNUവിൽ അഫ്സൽ ഗുരു അനുസ്മരണം സംഘടിപ്പിച്ചെന്ന കുറ്റം ചുമത്തി വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കന്നയ്യകുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറിനെയും പിടികൂടിയിരിക്കുന്നത്. പാർലമെന്റ് ആക്രമണ കേസിൽ പ്രതി ചേർക്കപ്പെടുന്ന വ്യക്തിയാണ് പ്രൊഫസർ SR ഗിലാനി. പിന്നീട് കോടതി കുറ്റമുക്തനാക്കിയിരുന്നു. അതേസമയം JNU സംഭവത്തിൽ ദേശീയ തീവ്രവാദ വിരുദ്ധ സേന അന്വേഷിക്കണമെന്ന ദില്ലി പോലീസിന്റെ ആവശ്യത്തിന്മേൽ ഇന്ന് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തേക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. തീർച്ചയായും ഈ വാർത്തയിൽ ഏറ്റവും പുതിയ ചില വിശദാംശങ്ങൾ കൂടിയുണ്ട്. NIA അന്വേഷണം വേണ്ടെന്ന നിലപാടിലേക്കാണ് ദില്ലി പോലീസിന്റെ ഹർജിയിൽ കോടതിയുടെ പ്രതികരണം ഏറ്റവും പുതിയതായി എത്തിയിരിക്കുന്നത്. തീർച്ചയായും ആ വാർത്തയുടെ വാർത്തകളിലേക്ക്. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ആരംഭിക്കും. നിലവിലെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ യോഗം വിലയിരുത്തും. നാളെയും മറ്റന്നാളും കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളും ചേരുന്നുണ്ട്. വർഗീയ രാഷ്ട്രീയത്തിന്റെ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് CPIM പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ദില്ലിയിൽ ആരംഭിക്കുന്നത്. കേന്ദ്രഭരണത്തിന്റെ പിന്തുണയോടെ RSSും BJPയും CPMനെ ലക്ഷ്യം വെച്ചുള്ള വേട്ടയാടലുകളും നടത്തുന്നു.
ഈ രാഷ്ട്രീയ വിഷയങ്ങൾ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും പരിശോധിക്കും. കേരളം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ പ്രചാരണ തന്ത്രങ്ങളും പ്രാഥമികമായി ചർച്ചയാകുന്നുണ്ട്. JNU യൂണിവേഴ്സിറ്റിയിൽ ഇടത് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന അക്രമങ്ങൾ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ദളിത് വിദ്യാർത്ഥി രോഹിത് വിമലയുടെ ആത്മഹത്യ തുടങ്ങിയവയ്ക്കെതിരെ പോളിറ്റ് ബ്യൂറോയും നാളെയും മറ്റന്നാളും നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളും പ്രതിഷേധം വ്യക്തമാക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊച്ചി വേദിയാകുന്ന 2017 അണ്ടർ-17 ലോകകപ്പ് മത്സരങ്ങൾക്ക് മുന്നോടിയായി ഫിഫയുടെ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന സംഘം ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം സന്ദർശിച്ചു. സ്റ്റേഡിയത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ സംഘം തൃപ്തി രേഖപ്പെടുത്തി. ടൂർണമെന്റിന് സ്റ്റേഡിയം സജ്ജമാക്കുന്നതിനായി 25 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് നോഡൽ ഓഫീസർ മുഹമ്മദ് ഹനീഷ് അറിയിച്ചു. ഫിഫ പ്രോജക്ട് മാനേജർ ജെയ്മി യാർസ, ടൂർണമെന്റ് ഡയറക്ടർ സാവിയർ സിപ്പി എന്നിവരുടെ നേതൃത്വത്തിലുള്ള 18-അംഗ ഫിഫ സംഘമാണ് കൊച്ചിയിലെത്തിയത്. ഇത് 3-ാം തവണയാണ് ഫിഫ പ്രതിനിധികൾ സ്റ്റേഡിയം സന്ദർശിക്കുന്നതെങ്കിലും ആദ്യമായാണ് ഫിഫയുടെ സാങ്കേതിക വിദഗ്ധരുടെ സമ്പൂർണ്ണ സംഘം കൊച്ചിയിലെത്തി സന്ദർശനം നടത്തുന്നത്. കല്ലൂർ സ്റ്റേഡിയത്തിലെ പുൽത്തകിടി, ഗാലറി, VIP പവലിയൻ, കളിക്കാരുടെ ഡ്രസ്സിംഗ് റൂം, താമസ സൗകര്യം, പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം മുതലായവ സംഘം വിലയിരുത്തി. പ്രാഥമിക പരിശോധനയിൽ തൃപ്തി രേഖപ്പെടുത്തിയ സംഘം പുൽത്തകിടി ഉയർത്തി അന്താരാഷ്ട്ര നിലവാരത്തിലാക്കുക, കളിക്കാരുടെ ഇരിപ്പിടങ്ങൾ പുനഃക്രമീകരിക്കുക മുതലായ നിർദ്ദേശങ്ങൾ സംഘാടകരായ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ നൽകി. ഫിഫ പ്രോജക്ട് മാനേജർ ജെയ്മി യാർസ. FIFA team inspected most of the competitions areas, the media center, the VIP areas and all the functional areas in the stadium, as well the access and the possibility of parking spaces around the stadium. കേന്ദ്ര സർക്കാർ വിഹിതമായ 12.44 കോടി രൂപയടക്കം 25 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സ്റ്റേഡിയത്തിൽ നടത്തുമെന്നും പരിശീലനത്തിനായി സൗകര്യമൊരുക്കുന്ന പോർട്ടസ്റ്റ് ഗ്രൗണ്ട്, മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട്, സ്പോർട്സ് അക്കാദമി, കുഫോസ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലെ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുമെന്നും നോഡൽ ഓഫീസർ മുഹമ്മദ് ഹനീഷ് പറഞ്ഞു. സ്റ്റേഡിയം നവീകരണത്തിനുള്ള കൺസൾട്ടൻസി നിയമനം 2 ദിവസത്തിനകം നടക്കും. ഗാലറിയിലെ നിലവിലെ കസേരകൾക്ക് പകരം 55,000 ബക്കറ്റ് സീറ്റുകൾ സ്ഥാപിക്കും. മാലിന്യ സംസ്കരണ പ്ലാൻ നവീകരിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അംഗീകാരത്തിന് സമർപ്പിക്കും. മാർച്ചിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് സെപ്റ്റംബറിൽ പൂർത്തിയാക്കും. ഈ വർഷത്തെ ISL മത്സരങ്ങൾക്ക് ശേഷം സ്റ്റേഡിയം ഫിഫയ്ക്ക് കൈമാറും. 2017 സെപ്റ്റംബറിലാണ് അണ്ടർ-17 ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. കൊച്ചിയടക്കം 6 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി.